ജനം ടിവി വാർത്തയിൽ ഇടപെടൽ. തിരുവനന്തപുരം പൂവാർ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുന്നു. കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി നിരന്തരം കേന്ദ്രം കേരളത്തിന് കത്തയച്ചിട്ടും സംസ്ഥാനം മറുപടി അയച്ചില്ലെന്ന വാർത്താ പരമ്പരയിലാണ് സർക്കാരിന്റെ ഇടപെടൽ. കേരളത്തിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള നടപടികൾ കേന്ദ്രവുമായി ചർച്ച ചെയ്ത് ഉടൻ നടപ്പിലാക്കുമെന്ന് ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 2011 മുതലാണ് പൂവാർ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുന്നത്. 2024 കേന്ദ്ര സർക്കാർ പൂവാർ സ്ഥലം കണ്ടെത്തിക്കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കത്തയക്കുന്നു. ഈ കത്തിന് മറുപടി നൽകാതെ സർക്കാർ മൗനം പാലിച്ചു. തുടർച്ചയായി 3 വാർത്തകൾ, കത്തുൾപ്പെടെ. ഇതിനാണിപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപനമായി പൂവാർ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിക്കുന്ന സമയത്ത് സർക്കാർ പറയുന്നത് അങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല. ആ കത്തിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് ജനം ടിവി പുറത്തുവിടുന്നത്. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന ബജറ്റ് അവതരണത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ദക്ഷിണ കേരളത്തിലെ പൂവാർ കപ്പൽ നിർമ്മാണശാല കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് തീരുമാനത്തിലേക്ക് എത്തും. സർ, തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ധനമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ പൂവാർ കപ്പൽ നിർമ്മാണശാലയെ പറ്റിയിട്ടുള്ള ചോദ്യം ഉന്നയിച്ചു. കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി. പൂവാറിന്റെ ചർച്ചകൾ നടക്കുന്നതല്ലാതെ പ്രാഥമികമായിട്ടില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ആ ഫെസിലിറ്റീസ് കാരണം ഒരു കപ്പൽ നിർമ്മാണശാലയുടെ കാര്യങ്ങൾ ചർച്ച വരുന്നുണ്ട്. അത് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളത് സപ്പോർട്ട് ചെയ്യുക. അതെ, അതിനൊരു നേരത്തെ കുറേ കാലം മുമ്പ് തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. സാധ്യതകളെല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത് നമ്മളത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 2023 ഓഗസ്റ്റ് മാസത്തിലാണ് കേന്ദ്രം പൂവാർ കപ്പൽ നിർമ്മാണശാലയ്ക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിന് അയച്ച കത്തിന്റെ പകർപ്പ് ജനം ടിവി ആദ്യ വാർത്തയായി കൊടുക്കുന്നത്. തുടർന്ന് കത്തിന്റെ രേഖകൾ കൊടുത്തുകൊണ്ട് വാർത്ത നൽകി. പൂവാർ കപ്പൽ നിർമ്മാണശാലയ്ക്ക് സംസ്ഥാനത്തിന് താല്പര്യമില്ലേ എന്ന് നിരന്തരം നൽകിയ വാർത്തയിലാണ് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഇടപെടൽ. കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നത്. കപ്പൽ നിർമ്മാണ അസംസ്കൃത വസ്തുക്കളുടെ വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം. പൂവാർ കപ്പൽ നിർമ്മാണശാല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് മറ്റൊരു തിളക്കമായിരിക്കും. ധനമന്ത്രിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ പൂവാർ കപ്പൽ നിർമ്മാണശാലയെ പരിഗണിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. ഇപ്പോൾ അത് ബജറ്റിൽ പ്രഖ്യാപനമായി. പൂവാർ കപ്പൽ നിർമ്മാണശാല വരികയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെടുത്തി അത് വലിയൊരു വ്യവസായ നേട്ടമായിരിക്കും. കേരളത്തിനും രാജ്യത്തിനും അത് വലിയൊരു സാമ്പത്തിക പുരോഗതി നയിക്കും. ക്യാമറമാൻ നിതിൻ എവിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.